ഒരു സ്ത്രീ അത് കാരണം അപമാനിക്കപ്പെട്ടു. അവർ വന്ന് ഇന്ന് രാവിലെ അവരുടെ ഭർത്താവിനെയും കൂട്ടി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു തെറ്റായ തരത്തിലുള്ള പ്രചരണത്തിലേക്ക്, അപവാദ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. താങ്കൾ ആ വിഷയത്തിൽ മാപ്പ് പറയുന്നുണ്ടോ? ആ പോസ്റ്റ് പിൻവലിക്കുന്നുണ്ടോ? അതിലെ കണ്ടന്റിൽ അതോ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുകയാണോ? ലക്ഷ്മിക്ക് എന്താ മലയാളമല്ലേ മനസ്സിലാകുന്നത്? ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കുന്നില്ല, അതിലെനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, ഞാൻ മാപ്പ് പറയുന്നില്ല. ഞാൻ എന്തിനാ മാപ്പ് പറയണ്ടേ? ഞാൻ എന്താ ചെയ്തത്? ഏത് നേതാവിന്റെ പേരാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന അതിവായനയുടെ ഉത്തരവാദിത്തം പറയേണ്ട ആ ബാധ്യത എനിക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പലരെ കുറിച്ചും പലതും പല കാലഘട്ടത്തിലും തോന്നും. അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ച് മാത്രം തോന്നുമ്പോൾ ഉണ്ടാകുന്ന വേദനയല്ല വേണ്ടത്. എനിക്ക് ഈ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് തുല്യമായിട്ടുള്ള ആർഗ്യുമെന്റ് തന്നെയാണ്. എനിക്കങ്ങനെ സെലക്ടീവ് വേദന തോന്നാറില്ല ജിൻഡോ, എനിക്ക് സെലക്ടീവ് വേദന തോന്നാറില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരുപാട് ആക്ഷേപം ചെയ്ത് നേരിട്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആക്ഷേപം കേൾക്കുന്നത്. ഞാൻ സെലക്റ്റീവായിട്ടല്ല ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത്. താങ്കളുടെ പ്രവൃത്തി കൊണ്ട് പലതും നേരിട്ടിട്ടുണ്ടാവും. എനിക്കും ഇതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള നിലപാടില്ല. എന്ത് തോന്നിവാസവും പറയാൻ പറ്റുന്ന ഇതിലാരും ബി പി കൂട്ടരുത്. ഇതിൽ പ്രകോപിതരാകേണ്ട കാര്യമില്ല. തെറ്റുണ്ടെങ്കിൽ കേരളത്തിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് എന്താ നടപടി സ്വീകരിച്ചോട്ടെ? അല്ലാണ്ട് എന്റെ തീവ്രത ഇതിനകത്ത് KJ ഷൈൻ്റെ